My beautiful souls, welcome back to my channel. Hope you guys are doing awesome today. ഈ ഒരു കാര്യം നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫിലുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നത്. ഇതിനെ പറ്റിയിട്ടുള്ള മെസ്സേജസ്, ഇതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് സയൻസ് നിങ്ങൾക്ക് കിട്ടുന്നത്. എവിടെ പോകുന്ന സമയത്തും അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് മറന്നു പോകുന്ന സമയത്ത് ഓർ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫിലുള്ളത് കൊണ്ടാണ് നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെ, ചില ആക്ഷൻസ് അതിനു വേണ്ടിയിട്ട് എടുക്കുന്നത്. അതിൽ എത്തോ ഇല്ലയോ എന്ന് യാതൊരു ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ പോലും ചില ആളുകൾ അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, റൈറ്റ്? സോ ഞാൻ ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് നിങ്ങൾ കണക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, റൈറ്റ്? യെസ്, എക്സാക്ട്ലി ആ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾക്കുള്ള ഡിവൈൻ കൺഫർമേഷനായിട്ട് നിങ്ങൾ എടുക്കാം. സോ നമുക്കതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. എന്താണ് നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഫ്യൂച്ചർ സെൽഫിൽ ഉള്ളത്, നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടുള്ളൊരു കൂടുതൽ കൺഫർമേഷൻ എങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്, എന്തൊക്കെ ഗൈഡൻസ് ഓർ എന്തൊക്കെയാണ് ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് നിങ്ങൾ കേൾക്കേണ്ടത്. ഇത് ഓൾറെഡി നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫിൽ ഉള്ളൊരു കാര്യമാണ്. യെസ്, ഇത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളൊരു കാര്യമാണ്. ഇതിന് ഒരു പാരമ്പര്യം ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ചില ആളുകൾക്ക് എന്താണോ നിങ്ങളിങ്ങനെ കണക്ട് ചെയ്യാൻ പോകുന്നത്, എന്താണോ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്, അത് നിങ്ങളുടെ പൂർവികർ ചെയ്തിട്ടുള്ള കാര്യമോ പൂർവികരുടെ സപ്പോർട്ടോട് കൂടിയിട്ടോ പൂർവികരുടെ ഒരു കഴിവ് അല്ലെങ്കിൽ അവരുടെ ചില ആഗ്രഹങ്ങൾ നിങ്ങളിലൂടെ വരുന്നത് പോലെയാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ചില സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്തതുപോലെ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മയായിട്ട് റിലേറ്റ് ചെയ്യാം, നിങ്ങളുടെ ജോബായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാം, നിങ്ങൾ എത്തിപ്പെടാൻ പോകുന്ന ജോലി, ഓക്കെ, നിങ്ങളുടെ ഇൻകം ഓർ നിങ്ങൾ എത്തിപ്പെടുന്ന ചില സ്ഥാനങ്ങളായിരിക്കണം, നിങ്ങൾ എത്തിപ്പെടാൻ പോകുന്ന സ്ഥലം ആയിരിക്കാം. ഓക്കെ, സ്ഥലം നിങ്ങൾ സ്വന്തമാക്കാൻ പോകുന്ന, ഇറ്റ്സ് ലൈക്ക് ചില ആളുകൾക്ക് നിങ്ങൾ എത്തിപ്പെടേണ്ടതായിട്ടുള്ളൊരു ഭൂമിയുണ്ട്, എത്തിപ്പെടേണ്ടതായിട്ടുള്ള ചില സ്ഥാനങ്ങളുണ്ട്. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. സോ ഓൾറെഡി നിങ്ങൾ ഇത് നിങ്ങളെ വിട്ടുപിരിയാത്തൊരു ഒരു ചിന്തയായിരിക്കാം, വിട്ടുമാറാത്ത ചില ആഗ്രഹങ്ങളായിരിക്കാം നിങ്ങൾക്ക്, റൈറ്റ്, ഇതിലേക്ക് എത്തുക എന്നുള്ളത്. സോ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ജോബ് റിലേറ്റ് ആവുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി നല്ലൊരു പൊസിഷനിലോ നല്ല ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും സ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇനിയും ചെയ്യണം നല്ലൊരു ക്രേവ് ഉണ്ടായിരിക്കാം, റൈറ്റ്? ആൻഡ് ഇത് നിങ്ങൾക്ക് ഈവൻ സിറ്റുവേഷൻ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇത് നിങ്ങൾക്ക് വളരെ റൂട്ടഡ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് തരുന്ന ഒരു കാര്യമാണ്. സോ ഒരു കൺഫ്യൂഷനും ഉണ്ടാവില്ല ഈ ഒരു കാര്യത്തിൽ. നിങ്ങൾ ശ്രമിക്കുന്ന സമയത്തും അതിലേക്ക് എങ്ങനെ എത്തിപ്പെടുന്നുള്ളതും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഈ ഒരു കാര്യം ഒരിക്കലും നിങ്ങൾക്കൊരു ടോക്സിക് ആയിട്ടുള്ള ഫീലിങ്സോ നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആക്കുകയോ ഒന്നുമില്ല. നമ്മുടെ ചില ആഗ്രഹങ്ങൾക്ക് അത് ശരിയല്ല എന്നുണ്ടെങ്കിൽ അതിന് നമ്മളെ തന്നെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്, അല്ലെ? നമ്മൾ നശിപ്പിക്കും. അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള സകല കാര്യങ്ങളെയും ഡിസ്റ്റർബ്ഡ് ആക്കുന്ന, ബുദ്ധിമുട്ടാക്കുന്ന ചില ആഗ്രഹങ്ങൾ ഉണ്ടാവും ചില ആളുകൾക്ക്, അല്ലെ? സോ അങ്ങനത്തെ ഒരു ആഗ്രഹമല്ല. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്താണോ കണക്ട് ചെയ്യുന്നത്, നിങ്ങളുടെ ഒരു തോട്ട് എന്താണോ അതിലൊരു നന്മ ഉണ്ടാവുന്നുണ്ട്, അതിനൊരു കാരണം ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു കാര്യം, അത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉറപ്പാണ് വേറൊരു കാര്യത്തിനും ഡിസ്റ്റർബ്ഡ് ആക്കാത്തൊരു കാര്യമാണ്, അത് സംഭവിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്, അതിലൂടെ നന്മകൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ യെസ്, നിങ്ങൾ ആ ഒരു റൈറ്റ് ട്രാക്കിലാണ്. ഈ ഒരു കാര്യം നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫിലുള്ളൊരു കാര്യമാണ്. നോ മാറ്റർ വാട്ട്, നിങ്ങൾ എത്തിപ്പെടുന്ന സ്ഥാനങ്ങളൊക്കെ നിങ്ങൾ കാണുന്ന ചില പൊസിഷൻസ് ഉണ്ട്, അല്ലെ? നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതല്ല, ഈവൻ നിങ്ങൾ വളരെ സാധാരണ ഒരു പ്ലേസിലായിക്കോട്ടെ, ഒന്നുമില്ലാത്തൊരു പ്ലേസിലായിക്കോട്ടെ, ഈവൻ നിങ്ങൾ ഒരു വാടക വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾ അത്രയും ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു പ്ലേസിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്ലേസിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ സ്ഥലത്ത് നിങ്ങൾ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ആഗ്രഹത്തിൽ നിങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ളതാണ്, ഇത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കേണ്ട കാര്യമാണ്. അതെങ്ങനെ നടക്കുന്നുള്ളത് നിങ്ങൾ ഒരു രീതിയിലും ഡൗട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ മാത്രമേ നിങ്ങൾക്ക് കഴിയുന്നുള്ളൂവെങ്കിൽ പോലും നിങ്ങൾ അതിനെ പറ്റി ചിന്തിക്കുക, അങ്ങനത്തെ ഐഡിയാസ് കൊടുക്കുക, അങ്ങനത്തെ ഫീലിങ്സ് കൊടുക്കുക. ആ ഒരു കാര്യമാണ് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പോകുന്നത്, ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള ആഗ്രഹത്തിലേക്ക്. ഓക്കെ, പക്ഷേ എന്താണ് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെയുള്ളത്, നിങ്ങൾ അതിൽ എത്തിപ്പെടും. ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ചില കാര്യങ്ങൾ അവിടെ ഉണ്ടാവുന്നുണ്ട്, ക്വാളിറ്റി ഉള്ള ആളുകള്, ക്വാളിറ്റി ഉള്ള പ്ലേസ്. ചില ആളുകൾക്ക് അത് വീടാണ്,
ചില ആളുകൾക്ക് സമ്പാദ്യമാണ്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ. ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു പാർട്ട്ണർഷിപ്പാണ്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു റൈറ്റ് പാർട്ട്ണർ. ഓക്കെ, സോ ചില കാര്യങ്ങൾ എങ്ങനെ സംഭവിക്കുന്നുള്ളൊരു സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ബട്ട് മനസ്സിലാക്കുക, നിങ്ങൾ ഇത് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണ് നിങ്ങൾ റിലേറ്റ് ചെയ്യുന്നതെങ്കിൽ, അവിടെ വേറെ ആളുകൾ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് മറ്റുള്ള ആളുകളെ ഡിസ്റ്റർബ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ നോ. ഓക്കെ, സോ ഈ ഒരു കാര്യം നിങ്ങളും ഈ ഒരു കാര്യം മാത്രം കണക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ വേറെ ഒരു കാര്യം ഇൻവോൾവ് അല്ല, വേറെ ആളുകളിലേക്ക് വരുന്ന സമയത്ത്. ഓക്കെ, സോ നിങ്ങൾ ലൈക്ക് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആണ്, അങ്ങനത്തെ ഒരു പ്ലേസിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ എങ്ങനത്തെ ഒരു പ്ലേസിലാണ്, എങ്ങനത്തെ ആളുകളെയാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത്, എങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെന്നുള്ളത്. ഓക്കെ, ബിക്കോസ് ഐ ക്യാൻ ഫീൽ ദാറ്റ് ചില ആളുകൾ നിങ്ങൾ എൻ്റെ ഈ മെസ്സേജ് നിങ്ങൾ റിലേറ്റ് ചെയ്യുന്നത് റിലേഷൻഷിപ്പിലേക്ക് വേണ്ടിയിട്ടാണ്. അവിടെ ഡെഫിനറ്റ്ലി നിങ്ങൾ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യാത്തൊരു പ്ലേസ് ആണ് നിങ്ങൾ ഈ ഒരു മെസ്സേജ് റിലേറ്റ് ചെയ്യുന്നത്. സോ ഡോണ്ട് ഡു ദാറ്റ്. ഓക്കെ, സോ നിങ്ങൾ ലൈഫിൽ അട്രാക്റ്റ് ചെയ്യുന്ന കാര്യം, ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് ശരിയാണെന്ന് നിങ്ങൾക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഈ ഒരു റീഡിങ് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഡീൽ ചെയ്യാം. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, സോ ഈ കാര്യത്തെ പറ്റിയുള്ള ഈ ഒരു മെസ്സേജ് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ട്രിഗേർഡ് ആവേണ്ട കാര്യമില്ല. ജസ്റ്റ് റിലേറ്റ് ചെയ്യാം നിങ്ങളുടെ സിറ്റുവേഷനായിട്ട്. ഓക്കെ, ഈ ഒരു കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വേറൊരു കാർഡിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് ഇത് എന്ന് പറയുന്നത് മിറാക്കിളാണ്. ഓക്കെ, ഇത് പറയുന്നത് റിയൽ കംപാക്ക് ആണ്, പവർഫുൾ കംപാക്ക് ആണ്. ഓക്കെ, നമ്പർ 7 സ്പിരിച്വൽ ചേഞ്ച് ആണ്. നിങ്ങളുടെ ഒരു ലൈക്ക് ഒരു ന്യൂ ബർത്ത്, ന്യൂ സിറ്റുവേഷൻ, ഇതുവരെ അനുഭവിക്കാത്ത ചില കാര്യങ്ങളാണ് അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, ആൻഡ് ഡെഫിനറ്റ്ലി ആ ഒരു ലൈഫ് സ്റ്റാൻഡേർഡ്, വിന്നിങ് ക്വാളിറ്റി ഒക്കെ കാണിക്കുന്ന ഒരു കാർഡാണ്. സോ ഫോർ മീ ഈ ഒരു കാർഡിന് ശേഷം എനിക്ക് യാതൊരു കാർഡിൻ്റെ ഒരു ആവശ്യമില്ല. ഇതെനിക്ക് നിങ്ങൾക്ക് അത്രയൊരു അഷ്വറൻസ് തരാൻ പറ്റുന്ന ഒരു കാര്യമാണ്. യെസ്, ഈ ഒരു കാര്യം നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫിലുള്ള ഒരു കാര്യമാണ്. യെസ്, എന്താണ് നിങ്ങൾ ഈ ഒരു സമയത്ത് ബോധർ ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഫ്യൂച്ചറിൽ സംഭവിക്കും. ഓക്കെ, സോ അത് നല്ല രീതിയിൽ സംഭവിക്കും, എങ്ങനെയെങ്കിലും എന്നുള്ളതല്ല. ആൻഡ് അതിലേക്ക് നിങ്ങൾ എത്തും, അല്ലെങ്കിൽ അതിലേക്ക് എത്താൻ എന്താണോ നിങ്ങൾ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നത്, ഇതിലേക്ക് എനിക്ക് എത്താൻ സാധിക്കോ, ഈ ഒരു കാര്യം എനിക്ക് വാങ്ങിക്കാൻ സാധിക്കോ, ഈ ഒരു ജോബിലേക്ക് എനിക്ക് എത്താൻ സാധിക്കോ, ഈ ഒരു ബിസിനസ്സിലേക്ക് എനിക്ക് എത്താൻ സാധിക്കോ, അല്ലെങ്കിൽ ഇത് നിങ്ങൾ എന്താണ് നഷ്ടമായി പോകുന്നത്. ചില ആളുകൾക്ക് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, സോ പ്രോബബ്ലി നിങ്ങളുടെ പൂർവികരുടെ പ്രോപ്പർട്ടി നഷ്ടമായി പോവോ എന്നുള്ള ചില കൺസേൺ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികർ, നിങ്ങളുടെ പാരൻസോ അവർ ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അവരിന്ന് പുറമെ ഉള്ളൊരു ലൈഫിലേക്ക് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം, അല്ലെ? നിങ്ങളുടെ പാരൻസോ നിങ്ങളുടെ പൂർവികരോ ജീവിച്ചതുപോലത്തെ ഒരു സിറ്റുവേഷനിലല്ല നിങ്ങൾ ജീവിക്കേണ്ടത്, അവിടുന്ന് ഒരു മാറ്റം വേണം. ആ ഒരു തോന്നൽ ഉണ്ടാക്കുന്നതും നിങ്ങളുടെ തന്നെ ഫാമിലിയിലുള്ള ആ ഒരു നിങ്ങളുടെ തന്നെ പൂർവികരാണ്. ഓക്കെ, ആ ഒരു ബ്ലെസ്സിങ്സ് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കത് സാധിക്കും, നിങ്ങൾക്കത് നേടിയെടുക്കാൻ സാധിക്കും എന്ന് ചില ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. സോ അവിടെ നിങ്ങളുടെ പാരൻസിന്റെ പ്രേയേഴ്സ് ഉണ്ടാവുന്നുണ്ട്, നിങ്ങളുടെ പൂർവികരുടെ ഒരു സപ്പോർട്ട് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ, ചില മാറ്റങ്ങളിലേക്ക് വരാൻ ഒറ്റയ്ക്കാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ പോലും അത്രയൊരു സപ്പോർട്ട്, ബാക്ക് സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾ നല്ല ജോലിയിലേക്ക് വരണം എന്നുള്ളതായിരിക്കാം, നല്ല വീട്ടിലേക്ക് വന്ന് താമസിക്കണം എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ ഫാമിലി ഫോളോ ചെയ്തിട്ടുള്ള ആ ഒരു പാറ്റേൺ ഒക്കെ ബ്രേക്ക് ചെയ്ത് നല്ല കാര്യത്തിലേക്ക് എത്തണം എന്നുള്ളതായിരിക്കാം ആ ഒരു സ്ട്രഗിൾ, ആ ഒരു ശ്രമം എന്ന് പറയുന്നത്. അതിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കും. ഇത് വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള മെസ്സേജ് ആണ്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങളിലൂടെയാണ് നിങ്ങളുടെ ഫാമിലി എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ രക്ഷപ്പെടുന്നതിലൂടെയാണ് നിങ്ങളുടെ പാരൻസ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഫാമിലിയിൽ അതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആവുന്നത്. എന്താണ് നിങ്ങളുടെ ഫാമിലിക്ക് ചെയ്യാൻ പറ്റാതിരുന്നത്, എന്താണ് നിങ്ങളുടെ പാരൻസിന് ചെയ്യാൻ പറ്റാതിരുന്നത്, അത് നിങ്ങൾക്ക് സാധിക്കും. സോ ഡോണ്ട് ഡൗട്ട് ദ സിറ്റുവേഷൻ. ഓൾറൈറ്റ്, സോ ഈ ഒരു കാര്യത്തിലേക്ക് എത്തിപ്പെടാൻ നിങ്ങൾക്ക് ചില നഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കണം, റൈറ്റ്? ആൻഡ് നിങ്ങൾ ചില ഇതുവരെ നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ, ഇതുവരെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ കൂടിയാണ് അവിടെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നത്. നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നത് ആക്ച്വലി ചില ബേർഡൻസ് ആണ്. ഒരു ഇമോഷണൽ സാക്രിഫൈസ് അവിടെ ഉണ്ടാവുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇമോഷണൽ സാക്രിഫൈസ് നമുക്ക് പറയാൻ പറ്റുക? ഇറ്റ്സ് ലൈക്ക് നമ്മളുടെ പാരൻസ് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, അല്ലെ? അവരുടെ ഇമോഷൻസ്, അത് പ്രോബബ്ലി
ഒരു നല്ലൊരു പ്ലേസിലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഒരു ഡിഫറെന്റ് ചിന്താഗതിയിലേക്ക് കൊണ്ടുവരാനോ സഹായിക്കാത്ത ചില ഇമോഷൻസ് ആയിരിക്കാം, സെന്റിമെന്റൽ ആയിട്ടുള്ള കാര്യമായിരിക്കാം, അങ്ങനത്തെ ഉള്ള സംസാര രീതി ആയിരിക്കാം. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾ ഡിഫറെന്റ് ആയിട്ട് വരുന്നത് ഇങ്ങനെയുള്ളൊരു ഇമോഷണൽ പാറ്റേൺ ആണ്. ഓക്കെ, സോ നമുക്കറിയാം നമ്മൾ എവിടുന്ന് വരുന്നു, എങ്ങനത്തെ ഒരു സിറ്റുവേഷന് വരുന്നു, എങ്ങനത്തെ ആളുകളുടെ കൂടെ വരുന്നു, അവരുടെ ഒരു ഇമോഷൻസ്, അവരുടെ ബിലീഫ്, അവരുടെ ഒരു ചിന്താഗതി ഒക്കെ നമ്മൾ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ. സോ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് അങ്ങനത്തെ ഒരു ഇമോഷണൽ ലോസ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങളിൽ നിന്ന് ഇല്ലാണ്ടാവുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഡിഫറെന്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്. ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, റൈറ്റ്? നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും അതാണ്. യെസ്, നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ട് വരാൻ പറ്റുന്ന ആളുകളാണ്, നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കാഴ്ചപ്പാടിലേക്ക് വരാൻ പറ്റുന്ന ആളുകളാണ്. സോ നിങ്ങൾ അങ്ങനെ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു വിജയത്തിലെത്താൻ നിങ്ങൾക്ക് സാധിക്കും. ആൻഡ് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഓക്കെ, സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട്. ആൻഡ് നിങ്ങളുടെ ആ ഒരു നിലനിൽപ്പിൽ നിന്നാണ് പല കാര്യങ്ങളിലും മാറ്റങ്ങൾ സംഭവിക്കുന്നത്. നിങ്ങളുടെ ആക്ഷനാണ്, നിങ്ങളുടെ തീരുമാനങ്ങളിൽ നിന്നാണ് പല മാറ്റങ്ങളും സംഭവിക്കുന്നത്. സോ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുകയാണ്. നിങ്ങൾ പ്രോബബ്ലി നിങ്ങളുടെ കൂടുതൽ ആളുകളുടെ അടുത്ത് നിന്നുള്ള അവരുടെ ഒപ്പീനിയൻസ് വരുന്ന സമയത്ത്, അവരുടെ ഒരു ലിമിറ്റിംഗ് ബിലീഫ് നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ അവിടെ കൺഫ്യൂസ്ഡ് ആയിട്ട് വരേണ്ട കാര്യമില്ല. ആൻഡ് നിങ്ങൾക്കറിയാം, റൈറ്റ്? സോ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്താ വേണ്ടത്, നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. സോ ഈ ഒരു സമയത്ത് നിങ്ങൾ ആകെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നിൽക്കുന്ന പ്ലേസ്, നിങ്ങളെ ബോധർ ചെയ്യുന്ന കാര്യം, നിങ്ങളുടെ ആഗ്രഹത്തിൽ വേറെ എന്തെങ്കിലും ആളുകൾ അവിടെ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ആളുകളെ കൊണ്ട് ഡിസ്റ്റർബ്ഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്കറിയില്ല ഇങ്ങനത്തെ ഒരു പ്ലേസ് എന്ന് വരുന്ന സമയത്ത് ഇതെങ്ങനെ അച്ചീവബിൾ ആവും എന്ന് നിങ്ങൾ ഡൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ലൈക്ക് റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത് അങ്ങനത്തെ ഒരു ട്രയാങ്കിൾ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു പ്ലേസിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അത് അങ്ങനെ തന്നെ നിങ്ങൾ വിട്ടേക്കാം. ആൻഡ് ഡോണ്ട് വറി അതെങ്ങനെ സംഭവിക്കാൻ പോകുന്നുള്ളത്. ഓക്കെ, സോ ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആവുന്നതാണ് നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ ഉള്ളൊരു സ്പേസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കാം. ഓക്കെ, ചില പ്ലേസിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ചില കാര്യത്തെ പറ്റി ചിന്തിക്കുന്ന സമയത്ത്, ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ വളരെ ഡിസ്റ്റർബ്ഡ് ആവുകയാണ്. ഈവൻ നിങ്ങൾക്ക് അറിയാം ഇതെനിക്ക് വേണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിലും, ഇത് എൻ്റെതാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിലും, പക്ഷെ നിങ്ങളത് ഒരുപാട് എനർജറ്റിക്കലി ഡ്രെയിൻ ആക്കുന്നു, നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആക്കുന്നു, നിങ്ങളുടെ വ്യക്തിത്വത്തെ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യുന്നു, നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിനെ അത് ഒരുപാട് ബാധിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി അവിടെ വിട്ടേക്കാം. ഓക്കെ, സോ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. സോ നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് എൻ്റെ ഫ്യൂച്ചറിലുള്ളത് കൊണ്ടാണ്, ഇത് എൻ്റെതാണെന്ന് തോന്നുന്നതുകൊണ്ടാണ് എനിക്കിത് വിട്ടുപോകാൻ പറ്റാത്തത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് വിട്ടുകളയാം. അതാണ് നിങ്ങൾ സ്വന്തമായിട്ട് എടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, ബിക്കോസ് അങ്ങനത്തെ ഒരു പ്ലേസിൽ നിങ്ങളുടെ കൂടെയാണ് വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങളുടെ ബിലീഫ്, നിങ്ങളുടെ ഫിയർ, നിങ്ങളുടെ ആങ്സൈറ്റി, നിങ്ങളുടെ ഡൗട്ട്സിന്റെ കൂടെയാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. റൈറ്റ്? സോ ചില ആളുകൾക്ക് നിങ്ങൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളെ തന്നെയാണ്. ആൻഡ് ചില ആളുകൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുന്നുണ്ട്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഓക്കെ, അത് ഒരിക്കലും നിങ്ങളുടെ കൂടെയുള്ള ഒരാളും ശീലിച്ചോ കണ്ടതോ ആയിട്ടുള്ള ഒരു കാര്യമല്ല. സോ നിങ്ങൾ അങ്ങനത്തെ ഒരു പ്ലേസിൽ നിന്നാണ് ചില ഹാബിറ്റ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. സോ ചില ആളുകൾക്ക് അത് ഒരു ഫൈനാൻഷ്യൽ ഹാബിറ്റ്സ് ആണ്. ഓക്കെ, സോ നിങ്ങളുടെ ഫാമിലിയിൽ ആദ്യമായിട്ടും വലിയ ഹ്യൂജ് എമൗണ്ട് സേവ് ചെയ്യാൻ തുടങ്ങുന്നത് നിങ്ങളായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്, നിങ്ങൾ ഒരു റൈറ്റ് ആയിട്ടുള്ളൊരു പാത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ ചെയ്യണം എന്നുള്ളതല്ല, ഇങ്ങനത്തെ മാറ്റങ്ങളിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. സോ ചില സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ തന്നെ ആ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കണം, ചില സമയത്ത് നിങ്ങൾക്ക് സിറ്റുവേഷൻ നിങ്ങൾക്ക് ഡൗട്ട് ചെയ്യുന്നുണ്ടായിരിക്കണം, ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നുള്ളത്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ. എന്താണ് നിങ്ങൾ ആഗ്രഹിച്ചത്, എന്താണോ നിങ്ങൾ അതുപോലെ കണക്ട് ചെയ്തത്, അങ്ങനത്തെ ഒരു വിഷ്വൽസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്, അത് നിങ്ങളുടെ റിയാലിറ്റിയിൽ നിങ്ങൾ കാണാൻ പോവാണ്. ഓക്കെ, സോ നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ അങ്ങനെ വെറുതെ പോകുന്ന ഒരു കാര്യമല്ല. സോ അതിൻ്റെ ഒരു ഡെപ്തിലേക്ക് നിങ്ങൾ ഇറങ്ങി പോവാൻ പോവാണ്. ട്രസ്റ്റ് മീ ഗൈസ്, ട്രസ്റ്റ് മീ. ഐ എം നോട്ട് ഹിയർ ടു എൻകറേജ് യു, മോട്ടിവേറ്റ് യു. ഓക്കെ, ഐ എം നോട്ട് ഹിയർ ടു ഇൻസ്പയർ യു. ദിസ് ഈസ് യുവർ റീഡിങ്, ദിസ് ഈസ് യുവർ മെസ്സേജ്, ദിസ് ഈസ് യുവർ ലൈഫ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യാം, യെസ് ഞാൻ ഈ ഒരു പ്ലേസിൽ എത്തിയിരിക്കും.
ഇതെൻ്റെ ഫ്യൂച്ചർ സെൽഫിലുള്ളൊരു കാര്യമാണ്. ദിസ് ഈസ് ഓൾറെഡി ഇൻ മൈ ഫ്യൂച്ചർ സെൽഫ്, ഓർ ദിസ് ഈസ് മൈ ഫ്യൂച്ചർ സെൽഫ്. Say hi to your future self if you can relate this. High five. See guys, see awareness. എന്താണോ നിങ്ങളുടെ ഫ്യൂച്ചറിലുള്ളത്, ഓൾറെഡി നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടുള്ള ഐഡിയാസ് ഉണ്ട്, ഓൾറെഡി നിങ്ങളുടെ മൈൻഡ് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഓൾറെഡി നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. സോ ചില കാര്യങ്ങൾ നിങ്ങൾ ഒരു ഐഡിയ ഇല്ലാണ്ട് ചില ഐഡിയാസ് നിങ്ങൾക്ക് ഉണ്ട് അല്ലേ? സോ ചില കാര്യങ്ങൾ എങ്ങനെയാണ് വേണ്ടത്, പക്ഷെ അങ്ങനത്തെ ഒരു വിഷ്വൽസ് എവിടെ നിന്ന് വന്നത് പോലും നിങ്ങൾക്ക് അറിയില്ല. ഒരിക്കലും നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, അച്ചീവ് ചെയ്തതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഈവൻ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ ഓർ എവിടെ ആയിക്കോട്ടെ, നിങ്ങൾ ഇങ്ങനത്തെ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ കണ്ടിട്ടുണ്ടാവില്ല. ബട്ട് നിങ്ങൾ ആ ഒരു പ്ലേസിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾ അത് അച്ചീവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഗൈസ്, യു ആർ ഓൾറെഡി ദെയർ. ഓക്കെ, ഇത് ഓൾറെഡി നിങ്ങളുടെ ലൈഫിലുണ്ട്. ട്രസ്റ്റ് ഇറ്റ്. സോ എന്താണോ നിങ്ങൾക്ക് ഇതുപോലെ റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്, കണക്ട് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക, അത് ട്രസ്റ്റ് ചെയ്യുക. ചില കാര്യങ്ങൾ എങ്ങനെ സംഭവിക്കുന്നുള്ളത് നിങ്ങൾ ഒരിക്കലും ഡൗട്ട് ചെയ്യേണ്ട കാര്യമില്ല, അത് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിരിക്കും. സോ ഇതെത്രമാത്രം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് പറയാൻ മറക്കരുത്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.